ചേലക്കരയുടെ ഫാഷൻ സങ്കല്പങ്ങൾക്കും ഇനി മാറ്റത്തിന്റെ പുത്തൻ ചുവടുവെപ്പ്. ഡാംസ് ഹെയർ ആൻഡ് ബ്യൂട്ടി സലൂൺ. വിവിധ തരം ഫേഷ്യലുകൾ, ഹെയർ ട്രീറ്റ്മെന്റുകൾ, ബ്രൈഡൽ മേക്കപ്പ് തുടങ്ങിയ സേവനങ്ങൾ ഡാംസ് ഹെയർ ആൻഡ് ബ്യൂട്ടി സലൂൺ ഒരുക്കിയിരിക്കുന്നു. സ്ത്രീകളുടെ സൗന്ദര്യ സംരക്ഷണത്തിന് ഇനി പുതിയ നിറം. ആഘോഷങ്ങൾ എന്തുമാവട്ടെ, ഇനി അണിഞ്ഞൊരുങ്ങാം ഡാംസ് ഹെയർ ആൻഡ് ബ്യൂട്ടി സലൂണിനൊപ്പം. ഡാംസ് ഹെയർ ആൻഡ് ബ്യൂട്ടി സലൂൺ, രാജപ്രഭ ആർക്കേഡ്, ചേലക്കര. ഫോൺ 9447593311. കേരളം ലജ്ജിച്ച് തലതാഴ്ത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ദിനമാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ദൃശ്യ മാധ്യമങ്ങളിലൂടെ അതുപോലെ തന്നെ നവമാധ്യമങ്ങളിലൂടെ പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പീഡനം നടന്നിട്ടുണ്ട് എന്നുള്ള ചില വാർത്തകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ ആ വാർത്തയെ നിഷേധിക്കാൻ വേണ്ടി തയ്യാറായില്ല എന്ന് മാത്രമല്ല, പൊതുസമൂഹത്തെ വെല്ലുവിളിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. ഹൂ കെയേഴ്സ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ പൊതുസമൂഹത്തെയാണ് പാലക്കാട് MLA വെല്ലുവിളിച്ചത്. ഇപ്പോൾ ഇന്ന് ഒരു ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തൽ ഉണ്ടായിരിക്കുകയാണ്. ഒരു ചലച്ചിത്ര നടി, കോൺഗ്രസ് സഹയാത്രിക, സർവോപരി രാഹുൽ മാങ്കൂട്ടം എന്ന നപുംസകത്തിൻ്റെ സുഹൃത്തെന്ന് പറയുന്ന ഒരു വ്യക്തി ഇന്നൊരു വെളിപ്പെടുത്തൽ നടത്തുകയാണ്. രാഹുൽ മാങ്കൂട്ടം നിരവധി തവണ ഫോണിലൂടെ അശ്ലീല സന്ദേശം അയച്ചു. അതുപോലെ തന്നെ 5 സ്റ്റാർ ഹോട്ടൽ ബുക്ക് ചെയ്ത് റൂമെടുത്തിട്ടുണ്ട്, അങ്ങോട്ട് വരുമെന്ന് പറഞ്ഞ് ക്ഷണിക്കുകയാണ്. ആരാ ക്ഷണിക്കുന്നത്? വെറും യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് മാത്രമല്ല, ജനപ്രതിനിധിയായി പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചു വന്ന ഒരു MLA ആണ് ഇത്തരത്തിലൊരു നിലപാട് സ്വീകരിക്കുന്നത്. സാക്ഷര കേരളത്തിന് ഏറ്റവും അപമാനമുണ്ടാക്കിയിട്ടുള്ള ഒരു സംഭവമാണ്. കോൺഗ്രസിനെ സംബന്ധിച്ച് ഇതൊരു വലിയ വിഷയമായിരിക്കില്ല, പക്ഷേ ആത്മാഭിമാനമുള്ള മലയാളിയെ സംബന്ധിച്ച് ഇതൊരു വലിയ വിഷയം തന്നെയാണ്. കോൺഗ്രസ് ഇത് പുതുമയുള്ള കാര്യമല്ല. കോൺഗ്രസിൻ്റെ MLA-മാരുടെ ധാരണ എന്ന് പറഞ്ഞാൽ MLA സ്ഥാനം എന്ത് തോന്നിവാസവും ചെയ്യുന്നതിനുള്ള ലൈസൻസ് എന്നാണ് ധരിച്ചു വച്ചിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണല്ലോ കോൺഗ്രസിൻ്റെ തന്നെ ഒരു MLA ഒരാളെ പീഡിപ്പിച്ചതിൻ്റെ ഭാഗമായി വിൻസെൻ്റ് എന്ന് പറയുന്ന MLA 2 മാസം ജയിലിൽ കഴിഞ്ഞത്. പെരുമ്പാവൂർ MLA പീഡന വിവരം പുറത്തു വന്നതിൻ്റെ ഭാഗമായി ഒളിവിൽ പോയതാണ്. കോൺഗ്രസ് എന്ത് നിലപാടാണ് സ്വീകരിച്ചത്? അവരെ സംരക്ഷിക്കുന്ന നിലപാട് സ്വീകരിക്കുന്നു. ഇന്ന് പ്രതിപക്ഷ നേതാവിൻ്റെ വാർത്താ സമ്മേളനം, പ്രതിപക്ഷ നേതാവ് എന്ത് നിലപാടാണ് ഈ വിഷയത്തിൽ സ്വീകരിച്ചത്? പ്രതിപക്ഷ നേതാവ് പറയുകയാണ്, എനിക്ക് ഇയാൾക്കെതിരെ ഒരു പരാതി ലഭിച്ചിരുന്നു. ആ പരാതി ലഭിച്ചപ്പോൾ ഒരു കാരണവർ എന്ന നിലയ്ക്ക്, ഒരു പിതാവിൻ്റെ കടമ എന്ന നിലയ്ക്ക് ആ പരാതിയെ ഞാൻ ഒതുക്കി തീർക്കാൻ ശ്രമിച്ചു എന്ന് പറയുകയാണ്. കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവാണ് പറയുന്നത്. പരാതി ഒതുക്കി തീർക്കാൻ ഞാൻ ഇടപെട്ടു എന്ന് പറയുകയാണ്. കുറച്ചെങ്കിലും ഉളുപ്പുണ്ടെങ്കിൽ PD സതീശ താൻ ആ പ്രതിപക്ഷ നേതാവ് സ്ഥാനം രാജിവെക്കണം. കാരണം ഈ കേരളത്തിലെ ആബാലവൃത്തം വരുന്ന സ്ത്രീകളെ സംരക്ഷിക്കുന്ന ഉത്തരവാദിത്തമുള്ള ഒരു ചുമതല വഹിക്കുന്ന ആൾ അവിടെ പറയുകയാണ്, ഇരയോടൊപ്പമാണോ വേട്ടക്കാരനോടൊപ്പമാണോ എന്ന് വ്യക്തമാക്കാൻ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് തയ്യാറാവണം.
നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. ഒരു വ്യക്തി വളരെ മോശമായിട്ടുള്ള രീതിയിലാണ് സമൂഹത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. സ്വന്തം സഹപ്രവർത്തകരെയും അതുപോലെ തന്നെ പാർട്ടിയിലെ പ്രവർത്തകരെയും എല്ലാം രാത്രി മെസ്സേജ് അയക്കുകയും അതുപോലെ തന്നെ അവരുടെ തെറ്റായ രീതിയിലുള്ള ലൈംഗിക ഭാഷകൾ ഉപയോഗിച്ചുകൊണ്ട് അവരെ വശീകരിക്കുകയും എല്ലാം ചെയ്യുകയാണ് ഒരു MLA. അപ്പോൾ ആ രീതിയിലാണ് നമ്മുടെ പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു സ്ത്രീയെ ലൈംഗികമായി ഉപയോഗിക്കുകയും ആ സ്ത്രീ ഒരു പ്രഗ്നൻ്റ് ആവുകയും ഇന്ന് ആ പ്രഗ്നൻസി അലസിപ്പിക്കാൻ വേണ്ടിയുള്ള രീതിയിലുള്ള ഒരു ഫോൺ കോളുകളൊക്കെയാണ് നമ്മൾ ഈ പത്രമാധ്യമങ്ങളിലും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിലും കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വളരെ മോശമായിട്ടുള്ള രീതിയിലാണ് നമ്മുടെ പാലക്കാട് MLA സമൂഹത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി വരും ദിവസങ്ങളിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധ പ്രകടനങ്ങൾ ഉണ്ടാകും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇത്തരത്തിലുള്ളൊരു പ്രതിഷേധം ഇവിടെ DYFI സംഘടിപ്പിക്കേണ്ടി വന്നിട്ടുള്ള സാഹചര്യത്തെക്കുറിച്ച് നിങ്ങൾ ഈ മണിക്കൂറിലടക്കം കേട്ടുകൊണ്ട് പുതിയ തെളിവുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ജനങ്ങൾക്ക് മാതൃകയാവേണ്ട ഒരു ജനപ്രതിനിധി സ്വന്തം സഹപ്രവർത്തകരെയും സ്വന്തം പാർട്ടിയിലെ നേതാക്കന്മാരുടെ കുടുംബത്തിലെ ആളുകളെ എല്ലാം തന്നെ അശ്ലീല മെസ്സേജുകൾ അയച്ചുകൊണ്ടും പീഡിപ്പിച്ചുകൊണ്ടും ശല്യം ചെയ്യുന്ന ഒരു MLA നമ്മുടെ കേരള ജനതയ്ക്ക് തന്നെ നാണക്കേടാണ്. നമുക്കറിയാം, നമ്മുടെ പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടം നടത്തിയ പീഡനകഥകളെല്ലാം ഓരോന്നോരോന്നായി മാധ്യമങ്ങൾ വഴിയും മറ്റുള്ള സോഷ്യൽ മീഡിയ വഴി പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. അത്തരത്തിലുള്ള ഒരു MLA അല്ലെങ്കിൽ MLA ആയിരിക്കാൻ അത്തരത്തിലുള്ള ഒരു വ്യക്തിക്ക് കേരളത്തിൻ്റെ സംസ്കാരത്തിനനുസരിച്ചിട്ടും കേരളത്തിൻ്റെ വിദ്യാഭ്യാസത്തിനനുസരിച്ചിട്ടും കേരളത്തിൻ്റെ സാക്ഷരത കേരളം പോലുള്ള ഒരു സംസ്ഥാനത്ത് ഒരു MLA ആയി തുടരുന്നതിൽ യാതൊരു കഴിവുമില്ല, അല്ലെങ്കിൽ യാതൊരു ഔചിത്യവുമില്ലാത്തൊരു സാഹചര്യമാണ്. ആരോഗ്യ ജീവിതത്തിന്റെ വഴികാട്ടിയായി ദി ആര്യവൈദ്യ ഫാർമസി കോയമ്പത്തൂർ ലിമിറ്റഡ് ആറങ്ങോട്ടുകര. എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് 3:30 മുതൽ ഡോക്ടർ KP സയ്യിദ് മുഹമ്മദ് സലീം, ഒന്നിടവിട്ടുള്ള എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ 10 മണി മുതൽ ഡോക്ടർ നിയാസ് ഹുറൈർകുട്ടി എന്നീ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനങ്ങളും. കൂടാതെ എല്ലാവിധ ആയുർവേദ മരുന്നുകൾ, കഷായ മരുന്നുകൾ, പെട്ടിമരുന്നുകൾ, യുനാനി പാറ്റന്റ് മരുന്നുകൾ, പ്രസവരക്ഷാ മരുന്നുകൾ, ബേബി ഫുഡുകൾ തുടങ്ങിയവയും ലഭ്യമാണ്. ദി ആര്യവൈദ്യ ഫാർമസി കോയമ്പത്തൂർ ലിമിറ്റഡ്, മുല്ലയ്ക്കൽ ഭഗവതി ക്ഷേത്ര കോംപ്ലക്സ്, താളി റോഡ്, ആറങ്ങോട്ടുകര. ഫോൺ 9846782898.